മനു ടിപ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ട്ടോ. ഞാനിപ്പോൾ ഇന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കൊഴുവ എന്ന് പറഞ്ഞ മീൻ അല്ലാച്ചെങ്കിൽ പലരും ചൂടാന്ന് പറയും. ഇവിടെ ചൂടാന്നാണ് അധികം പറയുക. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാന്ന് വെച്ചിട്ടാണ്. ഇത് 1/2 കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കിയിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടിയിട്ട് തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, വേപ്പിൻ്റെ ഇല, പിന്നെ പച്ചമുളക്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഞങ്ങൾ പുളി ഒഴിച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ അല്ലെങ്കിൽ കുടപ്പുളി ഇടാറുണ്ട്. കുടപ്പുളി ഇവിടെ എല്ലാവർക്കും താല്പര്യം കുറവാണ്. അല്ലെങ്കിൽ മാങ്ങ ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ആവശ്യത്തിനുള്ള പുളി കേട്ടോ. ഓരോരുത്തരുടെയും പുളി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതേപോലെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ചൂടയിലേക്ക് അധികം പുളി ഉള്ളത് നല്ലതല്ല, കുറച്ച് കുറവാണ് എപ്പോഴും നല്ലത്. പിന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ. അതിലേക്ക് ഞാനൊരു പരീക്ഷണം പോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഫിഷ് മസാല ഇട്ടിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഒരു ചെറിയ ടീസ്പൂൺ ഫിഷ് മസാല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണെന്ന് വീഡിയോ കാണിക്കാൻ തന്നെ പ്രധാന കാരണം ഈ ഒരു മസാല ചേർത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് ഈ തേങ്ങ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ആവശ്യത്തിന് അരയ്ക്കാനുള്ള വെള്ളം ഇതാണ് വേണ്ടത്. പിന്നെ കറിയിലേക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടി ചൂടായി വരുന്നുണ്ട്, നല്ലോണം ചൂടായി ചട്ടി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലാച്ചെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക. കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇതും കൂടിയിട്ട് ഇടുക. അതായത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ എല്ലാം ഒരുമിച്ച് ഇടുകയാണ്. ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടാനായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായി വഴറ്റിയിട്ട് ഒരു പകുതി മൂപ്പാവുമ്പോൾ അതിലേക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഈ മുളക് പൊടി മല്ലിപ്പൊടി മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ ചേർക്കുക. പകുതി വഴറ്റി വരുമ്പോൾ അതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പകുതി വഴറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ പകുതി നന്നായി ഇങ്ങനെ വാടി ഇങ്ങനെ കളറ് മാറൊന്നും വേണ്ട. ഈ ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ, ഞാൻ അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വാടണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഈ മസാല ചേർത്തു. അതായത് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളത് ചേർത്തു. ഇത് ചേർത്തിട്ട് ഇങ്ങനെ കരിക്കാനൊന്നും പാടില്ല. ചെറുതായിട്ടൊന്ന് പച്ചമണം പോകണത് നല്ലതാണ്. എനിക്കങ്ങനെ ഇഷ്ടം. ഏത് കറിയിലും ഈ മസാലയുടെ മണം പച്ചക്കുള്ളത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതേ കുറച്ച് നേരം, ഒരു മിനിറ്റ് നേരം അല്ലെങ്കിൽ 1/2 മിനിറ്റ് നേരം ഒന്നിങ്ങനെ ഇറക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. പിന്നെ ഇങ്ങനത്തെ ചട്ടിയിൽ ചെയ്യുന്നതാണ് മീൻ കറി നല്ലത്. ഇതിലായ കാരണം അങ്ങനെ പെട്ടെന്ന് കരിയില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കേട്ടോ. പുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇത് തിളയ്ക്കുമ്പോഴാണ് മീൻ ഇടേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ചേർക്കുക. മീൻ ചേർത്തിട്ട് ഒന്ന് വേവണം. എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. മീൻ ചേർക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. മീൻ ചേർത്ത് വെന്ത് വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് മീനൊക്കെ വെന്ത് പാകത്തിനായിട്ടുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി കുറച്ച് ഇതായിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് നേരട്ടാക്കി മീൻ നന്നായി ഒന്ന് സിമ്മിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും എനിക്ക് ഇറങ്ങുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ആ മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടായിരുന്നത് ഞാൻ അരച്ചു. കുറേ ടൈം പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇതിലൊഴിച്ചിട്ട് ഇനി അതൊന്ന് തള വരുമ്പോൾ, ആ തേങ്ങ അധികം തിളച്ചിങ്ങനെ മറയരുത്, പാകത്തിന് ഇതാവുമ്പോൾ നമ്മളത് ഇറക്കി വെക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമായിരുന്നു. പുളിയൊക്കെ ഒരു ഇത്തിരി കുറവാണ് ഇതിൽ. അതധികം പുളി നല്ലതല്ല ഇതിലേക്ക്. ഈ ചൂടയിലേക്ക് അധികം പുളി നല്ലതല്ല. അതുകൊണ്ട് ഞാൻ പുളി അധികം ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണ്ടേ. ഞാൻ ഉള്ളി ആ ഒരു വിധം കാച്ചി വെച്ചിട്ടുണ്ട്. കാരണം ഉള്ളി കാച്ചുന്നതും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ടൈം കളയേണ്ട വെച്ചിട്ടാണ്, വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഉള്ളി ഒരു അരുത്തിതയുടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിക്കുക വേണ്ട. പക്ഷെ ഇതൊന്ന് തിളയ്ക്കണം. ഇതൊരു മിനിറ്റ് നേരം കൊണ്ട് ഇത് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാം നമുക്ക്.
അപ്പോൾ മീൻകറി ഇതേ തേങ്ങയൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഓഫാക്കുകയാണ്. ഞാൻ അധികം നേരം തിളപ്പിക്കുന്നില്ല, ഓഫാക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ ഉള്ളി മൊരിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി മീൻകറിയിലേക്ക് എപ്പോഴും നന്നായി മൊരിഞ്ഞ് കഴിക്കണം കേട്ടോ. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് അതിലിടണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. കാച്ചിയ ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെച്ചിട്ട് തീയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു തളം അങ്ങനെ ഉണ്ടായിരിക്കും. ഇത് ഈ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി പാകത്തിന് ഇത് ഇരുന്ന് പറ്റും. ഈ ഒരു മൺചട്ടി ആയതുകൊണ്ട് ഇതിന്ന് എന്തായാലും ഇതിൻ്റെ 1/3 വെള്ളം വറ്റിപ്പോയിട്ട് കട്ടിയാവും. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അതായത് ഈ മീൻ കറി കൊഴുവ അല്ലെങ്കിൽ ചൂടയുടെ കറി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു. എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ടീസ്പൂണ് ഫിഷ് മസാല ഒന്ന് ചേർത്ത് നോക്കി എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റിന്. കാരണം ഫിഷ് മസാല ചേർത്തിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്, പക്ഷേ അതിൽ തേങ്ങ ചേർക്കാറില്ല. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഒരു സ്മെല്ല് ഇത്തിരി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം പ്ലീസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ, ബൈ, സി യു.